ഇന്ത്യയുടെ സുപ്രധാനമായൊരു നീക്കം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്ത് ആ അതിർത്തിയിൽ ഇന്ത്യ വേലി കെട്ടുന്നു എന്നുള്ളതാണ് ആ നീക്കം. അത് വേറൊരു രാജ്യമല്ല, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമറിലാണ് ഇപ്പോൾ ഇന്ത്യ വേലി കെട്ടുന്നത്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് 520 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. മിസോറാം 510 കിലോമീറ്റർ, മണിപ്പൂർ 398 കിലോമീറ്റർ, നാഗാലാൻഡ് 215 കിലോമീറ്റർ അതിർത്തിയാണ് മ്യാൻമാറുമായി പങ്കിടുന്നത്. ആകെ 1643 കിലോമീറ്റർ അതിർത്തിയാണ് മ്യാൻമറുമായി ഇന്ത്യ മഹാരാജ്യം പങ്കിടുന്നത്. ഒരു വർഷം മണിപ്പൂരിൽ നടക്കുന്ന വംശീയ കലാപത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൊല്ലപ്പെട്ടത് 200-ലധികം ആൾക്കാരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അവിടെയാണ് ഈ വേലിയുടെ സുപ്രധാനമായിട്ടുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആയുധങ്ങളും വെടിമരുന്നും മയക്കുമരുന്നും എന്നിവയുടെ കള്ളക്കടത്തിനെല്ലാം വലിയ പേര് കേട്ട അതിർത്തിയാണ് മ്യാൻമാർ മണിപ്പൂർ അതിർത്തി എന്ന് പറയുന്നത്. മ്യാൻമാർ അതിർത്തി വഴി മണിപ്പൂർ കലാപത്തിന്റെ മൂല കാരണമായേക്കാവുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കൃത്യമായി നമ്മുടെ രാജ്യത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ആ സൂചനയുടെ പുറത്താണ് ഇപ്പോൾ അവിടെ വേലി കെട്ടാൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയം അവിടെ വേലി കെട്ടുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അമിത്ഷാ അടക്കം അവിടെ വേലി കെട്ടുന്നത് വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. 1643 കിലോമീറ്റർ മാത്രമല്ല, അവിടുത്തെ ടെറൈനുകളെല്ലാം തന്നെ ദുഷ്കരമാണ് എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ആ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. 31,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ അതിനായി ഇന്ത്യ മാറ്റിവച്ചിരിക്കുന്നത്. മണിപ്പൂർ കലാപം ഏത് രീതിയിലും ഏത് വിധേനയും അവസാനിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇറങ്ങിയിരിക്കുന്നത്. അതിർത്തി വഴി അനധികൃതമായി ഉണ്ടാകുന്ന കുടിയേറ്റമാണ് ഈ വേലിയിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് മ്യാൻമറിൽ നിന്ന് കള്ളക്കടത്തുകാരും കൊള്ളക്കാരും കൊലപാതകങ്ങളും എല്ലാം വലിയ രീതിയിൽ കുടിയേറി വരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് നോർത്ത് ഈസ്റ്റിലെയും മണിപ്പൂരിലെയും ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു എന്നത് മാത്രമല്ല, ഇവർ തമ്പടിക്കുന്നത് മണിപ്പൂരിലെ മലയോര മേഖലകളിലാണ്. അവിടെ കുടിയേറിയവർ പോപ്പി തോട്ടങ്ങളിൽ മയക്കുമരുന്നും മറ്റും കൃഷി ചെയ്ത് ജീവിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ പൗരന്മാരായി അവർ ഒളിച്ചു താമസിക്കുന്നു എന്നുള്ളതും കേന്ദ്ര സർക്കാരിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേ തുടർന്നാണ് ഫെൻസിംഗ് ആരംഭിക്കാൻ ഹോം മിനിസ്ട്രി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ FIR എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഫ്രീ മൂവ്മെന്റ് റെജീം എന്ന് പറയുന്നത്. ഈ ഫ്രീ മൂവ്മെന്റ് റെജീം എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ പരസ്പരം അപ്പുറവും ഇപ്പുറവും അവിടെയുള്ള രാജ്യക്കാർക്കും ഇവിടെയുള്ള രാജ്യക്കാർക്കും യാതൊരു രേഖകളും ഇല്ലാതെ സഞ്ചരിക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കരാറായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കരാർ വേണ്ട, ഫെൻസിംഗ് അവിടെ തീർക്കണം. 1643 കിലോമീറ്ററിൽ വേലിയില്ലാതെ ഇനി കിടക്കണ്ട, അവിടെ വേലി വേണം. ഇന്ത്യയിലേക്ക് കടന്നു കയറുന്ന ക്ഷുദ്രശക്തികളെ മുഴുവൻ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.